പുന്നപ്രയിൽ കയർ ഫാക്ടറിയിൽ നിന്നും കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നതായി പരാതി. മാലിന്യം തള്ളിയതിന് പിന്നാലെ തോട്ടിലേക്ക് കരിയോയിലും ഒഴിച്ചു. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പുന്നപ്ര വടക്ക് 16-ാം വാർഡിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്ന തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയത്. സ്വരാജ് കയർ മിൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നും കക്കൂസ് മാലിന്യം തള്ളിയെന്നും ഇത് തിരിച്ചറിയാതിരിക്കാൻ കരിയോയിൽ ഒഴിച്ചെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കരിയോയിൽ അവരുടെ കമ്പനിയിൽ നിന്നുള്ള മാലിന്യമാണ് ഈ തോട്ടിലേക്ക് ഒഴുകി വന്നിരിക്കുന്നത്. കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത് ഈ കക്കൂസ് മാലിന്യം അറിയാതിരിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കക്കൂസ് മാലിന്യം വരെ ഇതിനകത്ത് പുറത്തേക്ക് തള്ളിയിട്ട് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിയോയിൽ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിയോയിൽ ഒഴിച്ചതിന് പിന്നാലെ തോടിന്റെ ഒഴുക്ക് നിലച്ചു. ഇതോടെ തോട്ടിൽ കൊതുക് മുട്ടയിട്ട് പെരുകുകയാണ്. അസഹനീയമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. വിശ്രമ സമയം തോടിന് സമീപം ചെലവഴിച്ചിരുന്ന തൊഴിലാളികളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര മണമാണ്. അവിടുത്തെ ഈ മാലിന്യങ്ങൾ മുഴുവൻ അവർ ഈ തോടിലോട്ട് തള്ളിയിട്ട് അതിൻ്റെ കൂടെ കരിയോയിൽ ഒഴിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 100-200 മീറ്ററോളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. ഈ മാലിന്യ കൂമ്പാരം പോലെ തന്നെ ആ വെള്ളം കാണാൻ നമുക്ക് അറിയാൻ പറ്റും. എന്ത് കറുത്ത വെള്ളം, അത് ഇത്ര മലിനമായിട്ടാണ് കിടക്കുന്നത്. വളരെ ദുർഗന്ധങ്ങൾ, നമുക്കിവിടെ ഇരിക്കാൻ മേലാത്തൊരവസ്ഥയാണ്. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്നുള്ള തോട് മലിനമായിട്ടും നാളിതുവരെ അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മഴക്കാലം ശക്തമായതോടെ ഒഴുക്ക് നിലച്ച ജലാശയം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. മാലിന്യം തള്ളിയ ഫാക്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തോട് എത്രയും വേഗം ശുചീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം 24/7 ആലപ്പുഴ.